നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലതേ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാ. ആ പൊരുത്തേ ഇവർക്കുണ്ട്. ശാരദമ്മ ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ. ഇപ്പോ ഈ കൺമുന്നിൽ നടന്നുകൂടെ ആയപ്പോ ഞാനത് ഉറപ്പിച്ചു, ഈ വിവാഹം നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ആ ഉറപ്പാ. എന്നാ ഞാൻ ആ ഓളെ ഹലോ മാഡം. ആനു, ഇവിടെ ഇപ്പൊ കല്യാണ ലെറ്റർ രണ്ടാമത് പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിരിക്കുക. അതെന്ത് പറ്റി മാഡം? സത്യസന്ധമായ കാര്യത്തിനല്ലേ, ദൈവമാണെങ്കിലും കൂട്ടു നിൽക്കും. കല്യാണ ലെറ്റർ ഭഗവാന് മുന്നിൽ പൂജിക്കുന്നതിനിടയിൽ കത്തിപ്പോയി. ഇതിപ്പോ സത്യമ്മ വിചാരിക്കുന്ന പോലെയാണല്ലോ മാഡം കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോ തടയാനൊരു മാർഗവും ഇല്ലേ? മാർഗങ്ങളെല്ലാം അടഞ്ഞില്ലേ അനു? ജയശങ്കർ ആയിരുന്നു അവസാന പ്രതീക്ഷ. ഞാനും ചിന്തിക്കുന്നത് അത് തന്നെയാ. കാർത്തികയെ കണ്ടിട്ട് താൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഇതല്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ ഒരാള് പ്രവർത്തിച്ചിട്ടുണ്ട് മാഡം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു മലക്കമറിയൽ ജയശങ്കറിൽ നിന്നും ഉണ്ടാവില്ല. അതെ, സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ജയശങ്കറിനെ പൊക്കിയേ പറ്റൂ. അതങ്ങനെ ചെറിയ രീതിയിൽ പൊക്കിയാ പറ്റില്ല. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞെട്ടാത്ത രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് വേണം പൊക്കാൻ. മാഡം ആളിവിടെ വിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവനിവിടെ ആരൊക്കെ സഹായിക്കുന്നുണ്ട്. എങ്കിലതാര്? മൊഴി മാറ്റിയതിന് പിന്നിലുള്ള കാരണം അത് അവനിൽ നിന്ന് തന്നെ അറിയണം. അറിയാം മാഡം. അവൻ ഫ്രോഡ് തരം കാണിച്ചപ്പോഴേ അവൻ നമ്മുടെ നോട്ടപ്പള്ളി ലിസ്റ്റ് കേറിയില്ലേ മാഡം? ഇപ്പൊ അവൻ പെരുന്തറ ഭാഗത്തുണ്ട്. അവിടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അയാൾക്ക്. എങ്കിൽ പിന്നെ വൈകിക്കണ്ടാനോ, അവനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കോളൂ. നമ്മളെയെല്ലാം അങ്ങ് വിഡ്ഢികളാക്കിയിട്ട് അവൻ തലയുയർത്തി നടക്കരുത്. ഓക്കെ മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.